ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് ഇത്തരത്തിലൊരു പത്രസമ്മേളനം വിളിക്കുന്നത് പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ ലിജിൻലാൽ ഞാനുമാണ് ഇന്ന് പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത്. പ്രധാനമായിട്ടും പറയാനുള്ള വിഷയം പ്രളയം തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ല, ഇതിനു മുമ്പ് പല പ്രാവശ്യവും ഇതേ സമാനമായ വിഷയങ്ങളുമായി നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നിട്ടുണ്ട്. ഏറ്റവും ദുഃഖകരമായ കാര്യം ഞങ്ങൾ ഇതൊരു പാർട്ടി എന്ന നിലയിൽ അപ്പുറത്തേക്ക് ഇതാരെയും കുറ്റം പറയാൻ വേണ്ടിയല്ല, പക്ഷേ പൊതുസമൂഹത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഇഷ്യൂസിനെ അഭിമുഖീകരിക്കാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല. നിങ്ങൾക്കറിയാം, 2018 മുതൽ കോട്ടയം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിൽ സ്ഥിരമായി ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കം ഉണ്ടാകും. അതിൽ ഞാൻ മുമ്പ് ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്ന എൻ്റെ ഡിവിഷനാണ് ഏറ്റവും കൂടുതൽ അതിനകത്ത് അഫക്റ്റഡ് ആയിട്ടുള്ളത്. കൂട്ടിക്കൽ ഒഴികെ ബാക്കി പഞ്ചായത്തുകളൊക്കെ എൻ്റെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ പെടുന്നതാണ്. അന്ന് 2018 പ്രളയത്തിന് ശേഷം സംസ്ഥാന സർക്കാർ അന്നത്തെ ഒരു തീരുമാനം ഉണ്ടായിരുന്നു. വലിയ രീതിയിൽ മുഖ്യമന്ത്രിയുടെ CMDRFിലേക്ക് വലിയ രീതിയിൽ പണം എത്തുകയും അപകടകരമായ സാഹചര്യത്തിൽ ജീവിക്കുന്ന ആളുകളെ മാറ്റി പാർപ്പിക്കാൻ, വസ്തു വാങ്ങിക്കാൻ 6 ലക്ഷം രൂപയും വീട് വെക്കാൻ 4 ലക്ഷം രൂപയും, അങ്ങനെ 10 ലക്ഷം രൂപ ഇത്തരത്തിലുള്ള ആളുകൾക്ക് കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ ഒരു തീരുമാനമെടുത്തു. കോട്ടയം ജില്ലയിൽ ആ ലിസ്റ്റിലുള്ളത് 138 പേരാണ് എൻ്റെ അറിവിൽ. ഇന്ന് വരെയും കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ ഒരാളെ പോലും മാറ്റി പാർപ്പിക്കാൻ നടപടി സ്വീകരിച്ചിട്ടില്ല. 2 ദിവസമായിട്ട് എൻ്റെ വീട് ഉൾപ്പെടെ പ്രളയത്തിൽ മുങ്ങിയതുകൊണ്ട്, എൻ്റെ മുത്തശ്ശി മരിച്ചതുകൊണ്ടും എനിക്ക് ക്യാമ്പുകളിലെത്താൻ കഴിഞ്ഞില്ല. ഞാൻ ഇന്നലെയും മിനിങ്ങാന്ന് രാത്രിയിലൊക്കെയാണ് ക്യാമ്പുകളിൽ ചെന്നത്. ദുഃഖത്തോടു കൂടി പറയട്ടെ, കഴിഞ്ഞ 8 വർഷമായി ഞാൻ കാണുന്ന അതേ മുഖങ്ങളെയാണ് ഞാൻ വീണ്ടും ആ ക്യാമ്പിൽ കണ്ടത്. എല്ലാ വർഷവും ഞാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടിയെ അഭിനന്ദിക്കാനും കൂടി ഈ സമയം ഉപയോഗിക്കുകയാണ്. ഇവിടെ ഒരു സർക്കാർ സംവിധാനം പൂർണ്ണമായി പരാജയപ്പെടുമ്പോൾ, അത് BJP ആകട്ടെ, അതിവിടുത്തെ മറ്റ് ഇടത് വലത് രാഷ്ട്രീയ പാർട്ടികളാകട്ടെ, പ്രാദേശികമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ മുൻകൈ എടുത്തുകൊണ്ട് അവിടെ എത്തിച്ചു കൊടുക്കുന്ന ഭക്ഷണവും അവിടെ എത്തിച്ചു കൊടുക്കുന്ന ക്രമീകരണങ്ങളും ഇല്ല എങ്കിൽ ഈ നാട്ടിൽ പ്രളയത്തിൽ കുടുങ്ങുന്ന അല്ലെങ്കിൽ പ്രളയത്തിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്ന ഓരോരുത്തരും പട്ടിണി കിടക്കേണ്ട സാഹചര്യമാണ് ഇന്ന് ഈ രാജ്യത്ത്, ഇന്ന് ഈ സംസ്ഥാനത്ത് നിലവിലുള്ളത്. 2018 പ്രളയത്തിൽ, 2021 പ്രളയത്തിലൊക്കെ നമുക്കറിയാം, ജനമുണർന്നതുകൊണ്ട് നമ്മുടെ നാട് രക്ഷപ്പെട്ടു. എന്തിനാണ് ഇങ്ങനെ ഒരു സർക്കാർ നമുക്ക് നോക്കുകുത്തിയായി കഴിഞ്ഞ 8 വർഷം? ഇപ്പം പിണറായി എന്ന പേര് മാറി സതീശൻ എന്ന ആയതൊഴിച്ചാൽ എന്താണ് സർക്കാർ ചെയ്തിട്ടുള്ളത്? ഞാൻ പറഞ്ഞില്ലേ, ഈ ജില്ലയിൽ മാത്രം 138 പേരെ ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങളിൽ നിന്ന് മാത്രം മാറ്റി പാർപ്പിക്കുക. ഏതു സമയവും ഞാൻ പറയട്ടെ, ഇന്ന് മഴ തുടരുകയാണ്, ഇന്ന് രാത്രി ആ ആളുകൾ ക്യാമ്പിലല്ലാതെ വീട്ടിലാണ് കിടക്കുന്നതെങ്കിൽ അവർക്ക് ജീവന് നാളെ രാവിലെ ഉണ്ടാകുമെന്ന് ഉറപ്പില്ല. അങ്ങനെ ഒരു ഉറപ്പുമില്ലാതെ ഈ നാട്ടിൽ കുറേ കുടുംബങ്ങൾ കഴിയുകയാണ് കഴിഞ്ഞ 8-9 വർഷമായി. അപ്പോൾ സർക്കാർ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ചോദിച്ചൊരു കാര്യമുണ്ട്, ഈ കാലാവസ്ഥയിൽ വന്നിട്ടുള്ള ഈ വ്യതിയാനത്തെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഇത് ഞങ്ങളോട് ചോദിക്കാനാണ്. പിന്നെ എന്താണ് സർക്കാർ എന്തു പഠനമാണ് ഈ 2018 ശേഷം ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് സമഗ്രമായി ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവന് സുരക്ഷയ്ക്കും വേണ്ടി സർക്കാർ എന്തു പഠനം നടത്തി? പണ്ട് പിണറായി വിജയൻ റൂം ഫോർ റിവർ എന്ന് പറഞ്ഞൊരു പഠനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അത് ഹോളണ്ടിൽ പോയി അതിനെക്കുറിച്ച് പഠിച്ചതായിട്ട്, അതും എന്തെങ്കിലും ഈ നാട്ടിൽ നടപ്പിലായതായിട്ട് നമുക്കറിയത്തില്ല. ഇപ്പോൾ കോട്ടയം ജില്ലയിലെ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കൃത്യമായിട്ട് അറിയാവുന്നൊരു കാര്യം, കോട്ടയം ജില്ലയിലെ ഏറ്റവും ബാധിക്കുന്ന മീനച്ചിലാറാണ്, അല്ലേ? ആ മീനച്ചിലാറിൻ്റെ, ഞാനൊക്കെ കളിച്ചു വളർന്ന ഈരാറ്റുപേട്ട പനിക്കപ്പാലം പ്രദേശത്തൊക്കെ തിട്ടകൾ, ആ മൺതിട്ട ഒരു ആറിൻ്റെ ഒരു സൈഡിലൊക്കെ മൺതിട്ട വരും. ഇപ്പോൾ ഒരു 20 അടി 25 അടി ഹൈറ്റിൽ ആ മൺതിട്ട നികന്ന് നിൽക്കുകയാണ്. ചെക്ക് ഡാം എല്ലാം പൊളിച്ചു കളയണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഈ ചെക്ക് ഡാമിൽ വർഷാവർഷം അടിയുന്ന മണൽ നീക്കം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ 2018 കുറച്ച് വെള്ളമാണ് ഈ പ്രാവശ്യം വന്നത്. അത്ര വെള്ളം വന്നിട്ടില്ല, പക്ഷേ 2018 കയറിയതിനേക്കാൾ ഇരട്ടി വെള്ളം ഈ പ്രാവശ്യം കയറി. എന്തുകൊണ്ടാണ്? ഈ ബെഡ് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ 2021 പ്രളയത്തിന് ശേഷം ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ
റിട്ട് നമ്പർ 7398 2022 എന്ന് പറഞ്ഞൊരു ഹർജി നൽകിയിട്ടുണ്ട്. 4 വർഷമായിട്ട് സർക്കാർ അത് മാറ്റിവെച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഒരു കാര്യം ആവശ്യപ്പെട്ടുള്ളൂ. അന്ന് കൂട്ടിക്കൽ പ്രളയത്തിൻ്റെ ശേഷമാണ് ഞാൻ ആ പരാതി ഹൈക്കോടതിയിൽ ആ ഹർജി നൽകിയത്. ആറ്റിലുള്ള മണൽ മാറ്റണം. കാരണം ഇനി സമാനമായി വീണ്ടും ആ വെള്ളം വരുമ്പോൾ ഈ ബെഡ് ഹൈറ്റിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ കൂടുതൽ വെള്ളപ്പൊക്കം ഉണ്ടാകാനും കൂടുതൽ ആളുകൾ അപകടത്തിലാകാനും സാധ്യതയുണ്ട്. ഈ മണൽ മാറ്റണം. ഈ മണൽ മാറ്റുന്നതിന് സർക്കാരിന് ഒരു ചെലവുമില്ല. അതാണ് ഏറ്റവും രസം. ഇവിടെ ലൈഫ് പദ്ധതിയിൽ ഏറ്റവും അധികം ഇന്ന് ബാധിച്ചിട്ടുള്ളത് കെട്ടിട നിർമ്മാണത്തിലുള്ള കോസ്റ്റ് കൂടുന്നു. അതിന് ഏറ്റവും വലിയ കോസ്റ്റ് ഉണ്ടാകുന്ന മണലാണ്. ഈ മണൽ നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസം സർക്കാർ ഹൈക്കോടതിയിൽ എൻ്റെ കേസിൽ നൽകിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ സർക്കാർ പറഞ്ഞിട്ടുണ്ട് 3 ലക്ഷം മെട്രിക് ടൺ മണൽ ഈ 2 ആറ്റിലായിട്ട് മാത്രമുണ്ട്. 3 ലക്ഷം മെട്രിക് ടൺ ഒന്ന് എടുത്ത് വിറ്റാൽ സർക്കാരിന് എത്ര കോടി രൂപ കിട്ടും? സാമ്പത്തികമില്ല, പണമില്ല എന്ന് സർക്കാർ പറയുന്നുണ്ടല്ലോ. എത്ര കോടി രൂപ ഇതുവഴി സർക്കാരിന് വരുമാനം ഉണ്ടാക്കാൻ കഴിയും? 2 കാര്യമാണ്. സർക്കാരിന് വരുമാനം ലഭിക്കും, 1 രൂപ പോലും മുടക്കാതെ ഇത്ര ആളുകളുടെ ജീവൻ രക്ഷിക്കാനും കഴിയും. മീനച്ചിലാറ് നമ്മളെ കോട്ടയത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ വേമ്പനാട്ട് കായലിലേക്ക് എത്തുന്നത് 3 പുഴകളിലൂടെയാണ്. ഇന്ന് മനോരമ പത്രത്തിൻ്റെ റിപ്പോർട്ട് ഈ 3 പുഴകളിലെയും 85% കപ്പാസിറ്റി ഫില്ലായി. പിന്നെ എങ്ങനെയാണ് ഈ നാട്ടിൽ മുമ്പോട്ട് പോകുന്നത്? ഇത് അടുത്ത വർഷം ഇതിൻ്റെ പകുതി വെള്ളം വന്നാൽ, കാരണം ഇപ്പം വന്നേക്കുന്ന മണലും കൂടെ നോക്കിയാൽ ഇതിൻ്റെ പകുതി വെള്ളം വന്നാൽ അടുത്ത വർഷം ഇതിനേക്കാൾ ദുരന്തമാകും ഈ നാട്ടിൽ സംഭവിക്കാൻ പോകുന്നത്. എന്തെങ്കിലും എല്ലാ വർഷവും ഈ ക്യാമ്പുകളിലെത്തി മന്ത്രിമാരങ്ങ് ക്യാമ്പുകൾ സന്ദർശിച്ച നമുക്കെന്താ മറ്റേ രോമാഞ്ചം വരുമോ സാധാരണക്കാരന്? അവൻ തിരിച്ച് വീട്ടിലോട്ട് പോകേണ്ട ആ വീട്ടിലോട്ടാണ്. നനഞ്ഞ് കുതിർന്ന് കിടക്കുന്ന വീട്ടിലുള്ള മുഴുവൻ ഇതൊന്നും മുതലാളിയുടെ വീടുകളല്ല, പാവപ്പെട്ടവരുടെയും സാധാരണക്കാരൻ്റെയും കൂലിപ്പണിക്കാരൻ്റെ വീടുകളാണ്. ആ വീട്ടുകളിലേക്ക് അവൻ തിരിച്ചു പോകണമെങ്കിൽ അവന് ഉടുതുണി പോലുമില്ല. അങ്ങോട്ട് എല്ലാ വർഷവും ഇത് ആവർത്തിക്കുകയാണ്. ഒരു വർഷം മുഴുവനുണ്ട് അവൻ്റെ അധ്വാനം. ഒറ്റ രാത്രി കൊണ്ട് വെള്ളം കവർന്നെടുത്തുകൊണ്ട് പോകുന്നു. ഉടുതുണി പോലും ഇല്ലാതെ ഈ പാവങ്ങൾ തിരിച്ചു പോവുകയാണ്. എന്നിട്ട് കൊടുക്കും ഒരു 10,000 രൂപ. ഈ നഷ്ടപരിഹാരം കൊണ്ട് വീട്ടിൽ എന്താകാനാണ്? സ്ഥിരമായി വെള്ളം കയറുന്ന വീടുകൾ സർക്കാർ മാർക്ക് ചെയ്ത് അതിൻ്റെ ലിസ്റ്റ് ഉണ്ടാകണം. അത് 138 അല്ല. കോട്ടയം ജില്ലയിൽ 100 കണക്കിന് വീടുകളുണ്ട്. ഇപ്പം മലയോര മേഖലയിൽ മാത്രം ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ ഭീഷണിയുള്ളത് വളരെ കൃത്യമായി മാപ്പ് ചെയ്തിട്ടുണ്ട് വില്ലേജ്. അത്തരം ആളുകളെ സമയമാകുമ്പോൾ അലാറം അടിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. അത്തരം ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ സർക്കാരിന് പദ്ധതിയുണ്ട്. അത് നടപ്പിലാക്കാൻ സർക്കാർ സഹായിക്കണം. ആ പ്രളയ ദുരിതാശ്വാസ ഫണ്ട് വെട്ടിക്കാൻ കാണിക്കുന്ന സാമാന്യ മര്യാദ ഇവിടെ ഓരോ രാത്രിയിലും പേടിച്ചുറങ്ങുന്ന സാധാരണക്കാരൻ്റെ ജീവനോട് കാണിക്കണം സർക്കാർ. ഭാരതീയ ജനതാ പാർട്ടിക്ക് അതേ പറയാനോ? ഇതാരും കുറ്റം പറയാനല്ല. 8 വർഷം 9 വർഷം കഴിഞ്ഞിട്ടും ഒരു നടപടിയും. അവിടെ ക്യാമ്പുകളിൽ അരിയെത്തും, തുണിയെത്തും, കുറേ കാര്യങ്ങളെത്തും. പക്ഷെ അവർ തിരിച്ചു പോകേണ്ട ആ വീട്ടിലേക്കാണ്. നാളെ ഇന്നും നാളെയും വീണ്ടും മഴയാണ് പ്രവചിച്ചിട്ടുള്ളത്. എങ്ങനെ വീടുകളിലേക്ക് പോകും? പല ക്യാമ്പുകളും പിരിച്ചുവിട്ടു. ആ വീടുകളിലേക്ക് പോകുന്ന ഈ സാധാരണക്കാരുടെ അവസ്ഥ എന്താ? ഇന്ന് രാത്രി വെള്ളം കയറുകയല്ലെന്ന് വി.ഡി. സതീശന് ഉറപ്പ് പറയാൻ പറ്റുമോ? ഇന്ന് രാത്രി ഉരുളുപൊട്ടില്ലെന്ന് വി.ഡി. സതീശന് ഉറപ്പ് പറയാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെ അപകട സാധ്യതയുള്ള ആളുകളെ മുഴുവൻ മാറ്റിപ്പാർപ്പിക്കാൻ സർക്കാർ പദ്ധതി തയ്യാറാക്കണം. അതാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്. മീനച്ചിലാറിലും മണിമലയാറ്റിലും, ഞാൻ ഇവിടുത്തെ കാര്യം മാത്രം പറയുന്നു, മറ്റു ഇടങ്ങളിലേക്ക് പോകുന്നില്ല. മീനച്ചിലാറ്റിലും മണിമലയാറ്റിലും അടിഞ്ഞു കൂടിയിട്ടുള്ള മണൽ ഇനിയൊരു പ്രളയമുണ്ടാകുന്നതിന് മുമ്പ് നീക്കം ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും കൊലപാതകി എന്ന് വിളിക്കേണ്ട ഗതികേടുണ്ടാവും. ഓരോ മരണത്തിനും, കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായ മരണത്തിലും ഈ വർഷമുണ്ടായ മരണങ്ങൾക്കും ദുരിതങ്ങൾക്കും സംസ്ഥാന സർക്കാർ മാത്രമാണ് ഉത്തരവാദികൾ. പിരിച്ചെടുക്കുന്ന പണം ശമ്പളം കൊടുക്കാൻ മാത്രമായിട്ട് ഈ നാട്ടിലൊരു സർക്കാർ ആവശ്യമില്ല. എന്തിനാണ് നോക്കുകുത്തിയായി ഇത്തരത്തിലുള്ള സർക്കാർ? എന്തു ചെയ്തു? ചെയ്യാൻ തയ്യാറാകണം. ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ ചെയ്യിപ്പിക്കാൻ ഞങ്ങൾക്ക് നിർബന്ധിതരാകും, ഒരു സംശയം വേണ്ട. അത്രയും മോശമായി ഇവിടെ ഒരു സർക്കാർ. മനുഷ്യൻ്റെ ജീവന് പുല്ല് വില കൊടുക്കുന്നൊരു സർക്കാർ, പ്രഖ്യാപനങ്ങൾക്കപ്പുറത്ത് ഒന്നും ചെയ്യാത്തൊരു സർക്കാർ. അത് വി.ഡി. സതീശന് മാത്രമല്ല, കഴിഞ്ഞ 10 വർഷം ഭരിച്ച പിണറായി വിജയൻ 6 വർഷവും ഈ പ്രളയം കണ്ടോണ്ടാണ് മുഖ്യമന്ത്രി ഇരുന്നത്. ആ പ്രളയകാലത്ത് കിട്ടുന്ന ഫണ്ട് അടിച്ചു മാറ്റം എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു സാഹചര്യവും ഇല്ലാത്തൊരു സ്ഥിതി.
മുന്നറിയിപ്പുകൾ വരുന്നുണ്ട്. പല ആളുകളെയും വീടുകളിൽ നിന്നും ഇറക്കി ക്യാമ്പിലെത്തിക്കാൻ പെടുന്ന പാട്. അത് കക്ഷി രാഷ്ട്രീയമില്ല കേട്ടോ. എല്ലാ പഞ്ചായത്ത് മെമ്പർമാരും റോഡിലിറങ്ങി നിൽക്കുന്നതുകൊണ്ടും സമൂഹ പല സംഘടനകൾ, സമുദായ സംഘടനകളും സാമൂഹിക സംഘടനകളൊക്കെ അവർ റോഡിലിറങ്ങി നിൽക്കുന്നതുകൊണ്ട് ഈ പാവങ്ങൾ പട്ടിണിയില്ലാതെ വീട്ടിൽ പോകുന്നു. സർക്കാരിന് ഒരു സംവിധാനങ്ങളും പര്യാപ്തമല്ല. അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ജില്ലാ പ്രസിഡന്റ് സംസാരിക്കും. ഞാൻ പറയാം, തലനാട് പഞ്ചായത്തിൽ മാത്രം കഴിഞ്ഞ 8 വർഷമായിട്ട് എല്ലാ ദിവസവും എല്ലാ വർഷവും 2 പ്രാവശ്യം 3 പ്രാവശ്യം വെള്ളം കയറുന്ന 40 വീടുകളുണ്ട് ആ കമ്പനിപ്പടി പ്രദേശത്ത്. എല്ലാ വർഷവും അവിടെ ചെല്ലുക, ഒരു കിറ്റ് കൊടുക്കുക, അനുശോചനം രേഖപ്പെടുത്തുക, പോവുക. ആ 40 വീടും ജില്ലാ ഭരണകൂടം തയ്യാറാക്കിയ ലിസ്റ്റിനകത്തില്ല. ഞാൻ പരാതി കൊടുത്തു, എന്നിട്ടും പുനഃപരിശോധിച്ചിട്ടില്ല ഇതുവരെ. എന്തിനാണ് സർക്കാർ? ആർക്ക് വേണ്ടിയാണ് ഇവർ ഭരിക്കുന്നത്? അപ്പോൾ ഇനിയെങ്കിലും മനുഷ്യൻ്റെ ജീവന്, മലയാളിയുടെ ജീവന് സർക്കാർ വില നൽകണം. പ്രളയം വരുമ്പോൾ സങ്കടപ്പെടാനും അനുശോചിക്കാനും അല്ല സർക്കാരിൻ്റെ ആവശ്യം. സർക്കാർ ചെയ്യേണ്ട ഉത്തരവാദിത്തം അനുശോചനമല്ല, പരിഹാരമുണ്ടാകണം. ആ പരിഹാരം എന്ന് പറയുന്നത് ഓരോ വർഷവും പ്രളയമുണ്ടാകുന്നെങ്കിൽ ഏറ്റവും അടിയന്തര പരിഹാരം എന്ന് പറയുന്നത് മീനച്ചിലാറ്റിലെയും മണിമലയാറ്റിനെയും മണൽ നീക്കം ചെയ്യണം. കോട്ടയം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയായ മേലുകാവ്, മൂന്നലവ്, തലനാട്, തീക്കോയി, പൂഞ്ഞാർ തെക്കേക്കര, കൂട്ടിക്കൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ, പഞ്ചായത്തുകളിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലങ്ങളെ മാർക്ക് ചെയ്ത് അത്തരം സ്ഥലങ്ങളിൽ നിന്നും ആളുകളെ സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് വീടും സ്ഥലവും നൽകി മാറ്റിപ്പാർപ്പിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു. പ്രളയത്തെ സംബന്ധിച്ചും അതോടൊപ്പം നിലവിൽ പ്രളയക്കെടുതിയോടനുബന്ധിച്ച് സർക്കാർ സംവിധാനങ്ങൾ തികഞ്ഞ പരാജയമാണ്. എന്നെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ജില്ലാ പ്രസിഡന്റ് എല്ലാ ക്യാമ്പുകളിലും ജില്ലയിൽ ഓടിയെത്തിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹം വളരെ എന്നേക്കാൾ കൂടുതൽ ആധികാരികമായി അദ്ദേഹത്തിന് പറയാൻ കഴിയും. അദ്ദേഹം സംസാരിക്കും. ഈ ക്യാമ്പുകളിലെ അപര്യാപ്തത അത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ നേരിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ ഷോൺ സൂചിപ്പിച്ചതുപോലെ ഈ കാലഘട്ടത്തിൽ വെള്ളപ്പൊക്കമുണ്ടാകുമെന്നുള്ളത് എല്ലാവർക്കും വളരെ കൃത്യമായി അറിയാവുന്ന കാര്യമാണ്. ഭരണ സംവിധാനങ്ങളുണ്ട്. പഞ്ചായത്ത് മുതൽ പഞ്ചായത്തുണ്ട്, ബ്ലോക്കുണ്ട്, ജില്ലാ പഞ്ചായത്തുണ്ട്, സംസ്ഥാന സർക്കാരുണ്ട്. ഈ പഞ്ചായത്തുകളിലെല്ലാം ക്യാമ്പുകൾ നടക്കുന്ന സ്കൂളുകൾ കാലാകാലങ്ങളായിട്ട് ക്യാമ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്കൂളുകളുമാണ്. പക്ഷെ ഒരു സ്കൂളിൻ്റെ പോലും ഇത്തരത്തിൽ വരുന്ന സമയത്ത് സാഹചര്യത്തെ നേരിടാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ, ക്രമീകരണങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ട് ഇത്രയും കാലമായിട്ട് സർക്കാരിന് സാധിച്ചിട്ടില്ല. അല്ലെങ്കിൽ അവിടുത്തെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു നടപടി എടുക്കുവാൻ വേണ്ടി പല ക്യാമ്പുകളിലും 250, 300 ഒക്കെ ആളുകൾ താമസിക്കുന്ന ക്യാമ്പുകളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയമായിട്ടുള്ള സാഹചര്യമാണ്. ചില ക്യാമ്പുകളിൽ സ്കൂളുകളുടെ അടുക്കള പോലും തുറന്നു കൊടുത്തിട്ടില്ല. അവർക്ക് ഭക്ഷണം പാകം ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനവും പ്രാദേശിക ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മറ്റ് ജനപ്രതിനിധികളുടെ ഭാഗത്ത്, ഇപ്പോൾ MLA ഉൾപ്പെടെയുള്ളവർ കോട്ടയത്തെ പല ക്യാമ്പുകളിലും അവർ എത്തിയിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ്. എത്താതെ എങ്ങനെയാണ് അവർക്കറിയാൻ സാധിക്കുന്നത്? ആ ക്യാമ്പിൽ ഇപ്പോൾ കോട്ടയം നിയോജക മണ്ഡലത്തിലെ പല ക്യാമ്പുകളിലും സേവാഭാരതിയുടെ പ്രവർത്തകരാണ് ഭക്ഷണം എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പാറമ്പുഴയിൽ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ സേവാഭാരതി പ്രവർത്തകർ മാത്രമേ അങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളൂ. അവിടേക്ക് എത്തണമെങ്കിൽ കഴുത്തോളം വെള്ളത്തിലൂടെ വേണം ആ ക്യാമ്പിലേക്ക് എത്തുവാൻ. വിജയപുരം പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്നുള്ളത് എല്ലാ കാലവും അറിയാവുന്ന കാര്യമാണ്. അറ്റ്ലീസ്റ്റ് ഒരു 2 വള്ളമെങ്കിലും മേടിച്ചിട്ട് പഞ്ചായത്ത് അവിടെ വെക്കണ്ടേ ആളുകൾക്ക് പോകാൻ? എവിടുന്ന് ഈ വള്ളം പോലും സമയത്ത് കിട്ടാതെ ഉള്ള ഒരു വള്ളത്തിലാണ് ഈ വാർഡുകളിൽ പല ക്യാമ്പുകളിലും കൊണ്ടുപോയിട്ട് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നത്. അതിന് സമയം കൂടുതലെടുക്കുന്നു, സമയത്ത് എത്താൻ പറ്റാതെ വരുന്നുണ്ട്. ഈ സന്നദ്ധ സംഘടനയുടെ പ്രവർത്തകർ, സേവാഭാരതിയുടെയൊക്കെ പ്രവർത്തകർ നേരിടുന്ന ബുദ്ധിമുട്ടാണ് പറഞ്ഞത്. ഇത് കാണാനോ ഇതിന് പരിഹാരം ഉണ്ടാക്കുവാനോ ഒരു നടപടികളും ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്ന് പറയുമ്പോൾ എത്ര വർഷമായി? ഇപ്പോൾ ഈ കോട്ടയം നിയോജക മണ്ഡലത്തിൻ്റെ MLA 15 വർഷമായി, കടുത്തുരുത്തി MLA അത്ര വർഷമായിട്ടുണ്ട്, പാലായിലോട്ട് പോകുമ്പോഴും ആയിട്ടുണ്ട്, ഏറ്റുമാനൂരിലേക്ക് പോകുമ്പോഴും ഇതുപോലെ ഇവരൊക്കെ തന്നെയാണ് ഭരിച്ചിരുന്നത്. ഇടത് UDF LDF മാറി മാറി ഇരുന്നിട്ടുണ്ടായിരിക്കും. ഇവരാണ് ഈ വർഷങ്ങളിലെല്ലാം മാറി മാറി ഇരുന്നിരുന്നത്. ഇവരാണ് ഇതൊക്കെ കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ കാണുന്നതിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇവരെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ വൈക്കം, ഇപ്പം വൈക്കത്ത് വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. ഏറെ ദുരിതം അനുഭവിക്കാൻ പോവുകയാണ്. ഇന്ന് രാവിലെ മുതൽ വൈക്കത്ത് വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ തുടങ്ങി എന്നുള്ളതാണ് അവിടെ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്.
അവിടെയൊക്കെ ചെന്ന് കാണുമ്പോൾ, ക്യാമ്പുകളുടെ അവസ്ഥ കാണുമ്പോൾ ശരിക്കും മനുഷ്യർക്ക് ഒരു വിലയുമില്ലാത്ത രീതിയിലേക്ക് കൊണ്ടുപോകുന്ന സ്ഥിതിയാണ്. ഇതിന് മാറണം. സ്കൂളുകളിൽ മതിയായ സൗകര്യങ്ങൾ ഉണ്ടാക്കണം, സ്കൂളിൽ അടുക്കള തുറന്നു കൊടുക്കണം, അവിടെ പാചകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഉണ്ടാകണം, ഗ്യാസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർക്ക് കൊടുക്കണം. ഇത് കുറേ അരി മേടിച്ചുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവരെങ്ങനെ കഴിക്കുമെന്നാണ് പറയുന്നത്. വളരെ ബുദ്ധിമുട്ടാണ്. രണ്ടാമത്തെ കാര്യം, ഈ ക്യാമ്പിൽ നിന്ന് വീടുകളിലേക്ക് പോകുമ്പോഴുള്ള ദുരിതം. പല ആളുകളും വന്നിരിക്കുന്നത് ഒരു സാധനം പോലും എടുക്കാൻ സാധിക്കാതെ, അയ്മനം പ്രദേശത്തൊക്കെ വന്നിരിക്കുന്നവർ, അവരുടെയൊക്കെ മുഖം കണ്ടാൽ നമുക്ക് മനസ്സിലാവും. തിരിച്ച് വീട്ടിലോട്ട് പോയാലുള്ള അവസ്ഥയെ പറ്റിയിട്ട് അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഒരു സാധനം അവിടെ ഇല്ല, ഡ്രസ്സില്ല, എല്ലാം പോയിട്ടുണ്ട്, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പോയിട്ടുണ്ട്. ഒരു മുന്നറിയിപ്പുമില്ലാതെ വെള്ളം കയറിയതിൻ്റെ പേരിൽ ഒന്നും എടുക്കാതെ പോകുന്ന ആളുകൾ, അവരുടെ അധ്വാനം തിരിച്ചു ചെല്ലുമ്പോൾ അവർക്ക് എന്ത് സംവിധാനങ്ങൾ അവർക്ക് കൊടുത്തു വിടാൻ വേണ്ടി സാധിക്കും? ഇതിനെപ്പറ്റി ഒന്നും സർക്കാർ പറയുന്നില്ല. എന്തോ കുറച്ച് കാര്യങ്ങൾ അവിടെയും ഇവിടെയും പറയുന്നു, പ്രഖ്യാപനം നടത്തുന്നു എന്നതിനപ്പുറത്തേക്ക് ഇത് മറ്റേ KSRTCയുടെ സൗജന്യ യാത്ര പ്രഖ്യാപിച്ച പോലെ തന്നെ ഇതും ഈ പ്രളയം, ഇത് ഒരു മാസം കഴിയുമ്പോൾ ആളുകൾ മറക്കും. സേവാഭാരതി ഉൾപ്പെടെ അല്ലെങ്കിൽ RSS BJPയുടെ ഒക്കെ പ്രവർത്തകർ, സന്നദ്ധ സംഘടനകളൊക്കെ ഉള്ളത് കൊണ്ട് അവർ പോയി ക്ലീൻ ചെയ്യും, വൃത്തിയാക്കും, ആളുകളെ കയറ്റി താമസിപ്പിക്കും. അതങ്ങനെ നടന്നുകൊള്ളും. അത് കഴിഞ്ഞ ഒരു 6-7 വർഷമായിട്ട് സ്ഥിരമായി നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അവരത് ചെയ്തോളും എന്നുള്ള ഇതിലാണ് MLAമാരും ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരും ബാക്കി പ്രാദേശിക ഭരണകൂടങ്ങൾ ഉൾപ്പെടെ നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് നേരിട്ട് താഴേക്ക് ചെല്ലുമ്പോൾ മനസ്സിലാകുന്ന കാര്യമാണ്. പിണറായി 3.0 അതാണ് അതിൻ്റെ ഉത്തരം. പിണറായിയും കുറേ പഠിച്ചിരുന്നു, ഒന്നും കണ്ടില്ല, അതുകൊണ്ടാണ് വന്ന് പത്രസമ്മേളനം നടത്തേണ്ടി വന്നത്. ഇത്തരം സാഹചര്യങ്ങളെ നേരിടുകയല്ല, പരിഹാരമുണ്ടാക്കണം. ഇത് ആവർത്തിക്കപ്പെടും സ്വാഭാവികമായിട്ട്. 20-25 വർഷം കേരളത്തിൻ്റെ ക്ലൈമറ്റ് ഇങ്ങനെയായിരിക്കും. കേരളത്തിൽ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ ഇത്തരത്തിൽ ഒരു പ്രളയമുണ്ടാകും. ഏറ്റവും ഭീകരമായ കാര്യം ഇപ്പോൾ ഉണ്ടായേക്കുന്ന ഈ മഴയിലെ 10% കര തൊട്ടത്. 90% അറബിക്കടലിലാണ് പെയ്തത്. കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുണ്ടായിരുന്നു. അതിലൊരു 10% കൂടെ കേരളത്തിൻ്റെ കര തൊട്ടിരുന്നെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു ഈ സർക്കാർ? ഇവർക്ക് എന്തു ചെയ്യാൻ കഴിയുമായിരുന്നു? ഇപ്പോൾ അടുത്ത ചക്രവാത ചുഴി വരുന്നു പറയും. ചിലപ്പോൾ ഞങ്ങളുടെ മേഖലയിലൊക്കെ ചില പഞ്ചായത്തുകൾ ഒഴുകിപ്പോകും, അറിയോ? അത്തരത്തിൽ മഴ പെയ്താൽ. കഴിഞ്ഞ ദിവസം വടശ്ശേരിക്കരയിൽ പെയ്തത് 303 മില്ലിലിറ്റർ മഴയാണ്. പൂഞ്ഞാറിൽ പെയ്തത് 152. അത് തിരിച്ചാണെങ്കിൽ കോട്ടയം ജില്ല കാണില്ല. ജനത്തിന് ഞാൻ പറയും, എൻ്റെ വീട്ടിൽ രാത്രി 3:30 എൻ്റെ ബാങ്കിൻ്റെ സെക്യൂരിറ്റി വന്ന് പപ്പായെ വിളിച്ചുകൊണ്ടാണ് പപ്പ അറിഞ്ഞത്. പപ്പ എഴുന്നേൽക്കുമ്പോൾ കാല് കുത്തിയത് വെള്ളത്തിലോട്ടാണ്, വീടിനകത്ത്, അറിഞ്ഞില്ല. അത് കഴിഞ്ഞ ഒരു 4 ദിവസം രാത്രിയിൽ അലാറം കൊടുത്തും മുഴുവൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരെ റോഡിലിറക്കി നിർത്തി ആളുകളെ വിളിച്ചെഴുന്നേൽപ്പിച്ച് ക്യാമ്പിലോട്ട് മാറ്റി. ഇങ്ങനെ കുറേ കാര്യങ്ങൾ കുറേ നല്ല മനുഷ്യർ ചെയ്തതുകൊണ്ടാണ് അപകടം ഇത്രയും ഒഴിവായത്. ഇത് ഇനി ആവർത്തിക്കാം. ഇന്ന് രാത്രി സംഭവിക്കലെന്ന് എനിക്കോ ശ്രീജിത്തിനോ പറയാൻ പറ്റില്ല. ഇതൊരു രാഷ്ട്രീയത്തിനപ്പുറത്ത് ഇതിനെ മാനുഷികമായി കാണാൻ തയ്യാറാകണം. ഇപ്പം ലിജിൻ പറഞ്ഞ പോലെ എല്ലാവർക്കും അറിയാം ഇതൊരു 2 ദിവസം ഉണ്ടെങ്കിൽ തീരും. ഇവിടുത്തെ സന്നദ്ധ സംഘടനകൾ, ഇപ്പോൾ നിങ്ങൾക്കറിയാം സേവാഭാരതിയൊക്കെ ചെയ്യുന്ന സേവനം എന്താണ്. ഇത് മാത്രമല്ല, നിരവധി സംഘടനകൾ, അവരെല്ലാം സന്നദ്ധ സംഘടനകളൊക്കെ രംഗത്തിറങ്ങും. ഇവരൊക്കെ തിരിച്ച് വീട്ടിൽ പോകും. ഇതോടെ അങ്ങ് അവസാനിക്കും. അടുത്ത വർഷം വീണ്ടും ഉണ്ടാവും. CM DRFിലേക്ക് കുറച്ച് പൈസയും വരും. അവർക്കറിയാം ഇത് നടന്നോളും. ഒന്ന് കറങ്ങി നടന്ന് കുറച്ച് അനുശോചനം രേഖപ്പെടുത്തി 3-4 ക്യാമ്പൊക്കെ സന്ദർശിച്ച് കഴിയുമ്പോൾ അത് പ്രൊമോട്ട് ചെയ്യാൻ കുറേ മീഡിയയും സോഷ്യൽ മീഡിയയൊക്കെ ഉള്ളതുകൊണ്ട് ഇതങ്ങ് പൊക്കോളും എന്ന് എല്ലാവർക്കും അറിയാം. ജയിക്കാൻ വേണ്ടിയുള്ള സംവിധാനമായിട്ട് ഇതിന് ഉപയോഗിക്കാം. അതെ, ഈ റീൽസിന് അതിന് ഉപയോഗിക്കാം. പുതുപ്പള്ളിയിൽ 50 കൊല്ലമായിട്ട് ആരായിരുന്നു MLA? മുഖ്യമന്ത്രിയായിരുന്നു. ചാണ്ടിയൂരിന് ഇപ്പോഴും വെള്ളത്തിൽ കൂടെ നടക്കുക. റീൽസാണ്. മറ്റേ സിനിമയുടെ മോഹൻലാലിൻ്റെ പാട്ടിട്ട് എത്ര കൊല്ലം മുഖ്യമന്ത്രിയായിരുന്നു? നാരായണൻ്റെ പാട്ടിട്ട് റീലാണ്. മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ വെള്ളപ്പൊക്കം കൂടിയതല്ലാതെ കുറയ്ക്കാൻ സാധിച്ചിട്ടില്ല. അതാണ് ചർച്ച ചെയ്യേണ്ടത്. അല്ല, ഇതിനൊന്നും പരിഹാരമില്ലാത്തല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഈ 3 ആറുകൾ, സതീശൻ്റെ തന്നെ പാർട്ടിയുടെ നേതാവായിരുന്നു മുഖ്യമന്ത്രി. മീനച്ചിലാറിൻ്റെ ഈ 3 നദികളിൽ നിന്നും എക്സ്കവേറ്റ് ചെയ്ത് അതിൻ്റെ ബെഡ് ക്ലിയർ ആക്കിയാൽ ഇപ്പോൾ ഇന്ന് കോട്ടയത്ത് ഉള്ള ഈ ഇഷ്യൂ, ഇപ്പോൾ അയ്മൻ ഉൾപ്പെടെയുള്ള പഞ്ചായത്തിൽ ആ ഇഷ്യൂ ഇല്ല. വേമ്പനാട്ടുകാലിലേക്ക് വെള്ളം സുഖമായി ഒഴുകിപ്പോകും.
ഇപ്പോൾ പൂഞ്ഞാറിൽ നിന്നും വെള്ളം ഇറങ്ങി പാലായിൽ പിറ്റേ ദിവസം 4-5 മണിക്കൂർ കൊണ്ട് പാലായിലാവും. പാലായിൽ ഒരു ദിവസം ആണ് വെള്ളം നിൽക്കുന്നത്. പാലായിൽ നിന്ന് കിടങ്ങൂരേക്ക് വരുമ്പോൾ അത് 2 ദിവസമാണ്. 2 ദിവസം വെള്ളം നിൽക്കുക. ഇത് പുറത്തോട്ട് പോകില്ല. അത് വീണ്ടും അയമനം കുമരകം പ്രദേശത്തോട്ട് വരുമ്പോൾ 3-4 ദിവസത്തിനാവും. കുട്ടനാട്ടിലേക്ക് പോകുമ്പോൾ 5 ദിവസം. അപ്പം ഇതിന് ഈ വെള്ളം പോകാനുള്ള ഫ്ലോ അത് കറക്റ്റ് ചെയ്യാൻ ഗവൺമെൻറ്റിന് കഴിയും. ഇപ്പോൾ അവിടെ പൂഞ്ഞാറിൽ അല്ലെങ്കിൽ മേലുകാവ്, മുതലവ് അല്ലെങ്കിൽ ഈ പ്രദേശത്ത് ഉരുൾപൊട്ടലിനെ തടയാൻ വി ഡി സതീശന് പറ്റില്ല, ഞാനും അംഗീകരിക്കുന്നു. പക്ഷെ അവിടെ ചെയ്യാനുള്ള കാര്യം അതുള്ളൂ. അവിടെ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലയിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാറും. അതാണ് ഒന്നാമത്തെ കാര്യം. 2, 6ന്റെ ബെഡ്. ഈ മുഴുവൻ ചെക്ക് ഡാം, ഞാൻ മൂന്നലവ് മാത്രം പറയാം. മൂന്നലവ് ഈ പ്രാവശ്യം വെള്ളം കയറി. മൂന്നലവിൽ ചെക്ക് ഡാമിൽ മണലടിഞ്ഞിരുന്നു. ഞാൻ ദുരന്ത നിവാരണ അതോറിറ്റി അത് മണൽ വാരിക്ക് മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ നിയമമില്ലെന്ന് പറഞ്ഞു. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സ്പെഷ്യൽ ഓർഡർ പ്രകാരം കളക്ടർക്ക് ഇത്തരത്തിൽ സാഹചര്യം കൊണ്ടെങ്കിൽ മണൽ വാരി മാറ്റാൻ അധികാരമുണ്ട്. ഞാൻ കളക്ടർക്ക് പരാതി കൊടുത്തു. ഇന്ന് ജയശ്രീ മേഡമാണ്, നല്ലൊരു കളക്ടറായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചാൽ ഞാൻ ആ ഓർഡറിൻ്റെ കോപ്പി കൊണ്ട് മേഡത്തിന് കൊടുത്തു. മേഡം അത് അങ്ങനെ തന്നെ എൻ്റെ പരാതിന്മേൽ ഇത് ഇറിഗേഷൻ വകുപ്പിനോട് വാരി മാറ്റാൻ ഓർഡർ കൊടുത്ത് അവരത് ലേലം ചെയ്തു. 36 ലക്ഷം രൂപ കിട്ടി. മൂന്നലവ് പോലെ ഒരു കുഞ്ഞ് പഞ്ചായത്തിലെ ഒരു ചെക്ക് ഡാമിൽ നിന്നും മണൽ വാരി നീക്കി ഇപ്പോൾ 36 ലക്ഷം രൂപ കിട്ടി. കഴിഞ്ഞ 2 കൊല്ലം അവിടെ, കഴിഞ്ഞ 1 കൊല്ലം അവിടെ വീണ്ടും വെള്ളം കയറിയില്ല. ഈ പ്രാവശ്യം പിന്നെ അതിനെയും ഓവർകം ചെയ്ത് വെള്ളം വന്നു. പക്ഷേ സർക്കാരിന് അത്ര പണം കിട്ടി. അവിടുത്തെ അടിസ്ഥാന പ്രശ്നങ്ങൾ അവിടെ മാറിയിരുന്നു. അങ്ങനെ ഇവിടെ പാലാ വരെ 17 ചെക്ക് ഡാമുകളുണ്ട്. അവിടെ കിടക്കുന്ന മണൽ എത്രയാണ്? ശരിക്കും ഇത് പറഞ്ഞാൽ ഈ മണൽ വാരാത്തതിൻ്റെ പുറകിലും ചില താല്പര്യക്കാരുണ്ട്. കാരണം ഈ മണൽ വാരിയാൽ കേരളത്തിൻ്റെ ക്വാറി മാഫിയയ്ക്ക് എംസാൻഡും പീസാൻഡും പോലുള്ള കാര്യങ്ങൾ വിൽക്കാൻ കഴിയും. അതുകൊണ്ടാണ് കഴിഞ്ഞ കുറേ കാലമായി മണലെ തൊടാത്തത്. ഞാൻ പറഞ്ഞിട്ട് ഈ ഒരൊറ്റ കേസിൽ, ഞാൻ കൊടുത്തിട്ടുള്ള ഈ കേസിൽ സർക്കാർ തയ്യാറാണെന്ന് പറഞ്ഞാൽ ഹൈക്കോടതി ഓർഡറാവും. ഞങ്ങൾ മണൽ വാരാൻ തയ്യാറാണ് എന്ന് സർക്കാർ പറഞ്ഞാൽ ഹൈക്കോടതി ഓർഡറാവും. പിന്നെ ആരും തടയാനില്ല, സർക്കാരിന് തല ഇരിക്കില്ല, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വരില്ല. പണ്ട് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ വള്ളത്തെ വന്ന ആളുകൾ മണൽ വാരുന്നു. ആ കാലത്ത് യാതൊരു പ്രശ്നവും നമ്മുടെ നാട്ടിലായിരുന്നു. കാരണം വെള്ളം ഫ്ലോ ഉണ്ടായിരുന്നു. അതാണ് പ്രശ്നം. രാഷ്ട്രീയം ഒന്നും പറഞ്ഞില്ലല്ലോ. മുഖ്യമായ പ്രശ്നം മണലാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ആ കാര്യത്തിൽ ഞാൻ അംഗീകരിക്കുന്നു. പുഴകൾ കയ്യേറിയ അനധികൃതമായ നിർമ്മാണങ്ങൾ, പുഴകൾ കയ്യേറിയിട്ടുള്ള നിർമ്മാണങ്ങൾ പൊളിച്ചു മാറ്റുക തന്നെ ചെയ്യണം, ഒരു സംശയം വേണ്ട. അതിനുള്ള ആർജവം സർക്കാരിനുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. ഇപ്പോൾ 2020-21 കാലത്ത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ ഹോളണ്ടിൽ പോയി പിണറായി പഠിച്ചിട്ട് വന്നായിരുന്നില്ല, റൂം ഫോർ റിവർ. എവിടെയെങ്കിലും ഡച്ചിൽ, അവിടെ ഡച്ച് മാതൃകയിൽ റൂം ഫോർ റിവർ എന്ന പദ്ധതി നടപ്പിലാക്കുമെന്ന് പിണറായി വിജയൻ പ്രഖ്യാപിച്ചായിരുന്നു. അതിനുശേഷം അദ്ദേഹം 5 വർഷങ്ങൾ അധികാരത്തിലുണ്ടായിരുന്നു. ഒന്നും നടപ്പാക്കി നമ്മൾ കണ്ടില്ല. അത് ചെയ്യണം തീർച്ചയായിട്ടും. പഴയ സർവേ പ്രകാരം ഇത്തരത്തിലുള്ള ഈ പുഴകൾക്ക് കയറി ഒഴുകാൻ, ഇപ്പോൾ എത്രയോ കണ്ടങ്ങൾ നികത്തിയതെല്ലാം സാധൂകരിച്ച് പണം മേടിച്ചുകൊണ്ട് അതിനെല്ലാം സാധൂകരിച്ച് നിലവാക്കി കൊടുത്തില്ലേ. ഇപ്പോൾ ഇന്നലെ കുമ്മനരായട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ആറന്മുളയിൽ എയർപോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ തിരുവല്ല എന്ന പട്ടണം ഇന്ന് കാണില്ലായിരുന്നു. അതിന് പാരിസ്ഥിതിക പ്രശ്നങ്ങളെ പഠിക്കണം. വികസനം പാരിസ്ഥിതിക പ്രശ്നത്തിൻ്റെ പേരിൽ ഏതെങ്കിലും, പക്ഷേ വികസനത്തിൻ്റെ പേരിൽ പരിസ്ഥിതിയെ മൊത്തത്തിൽ ദുർബലപ്പെടുത്തുന്ന നടപടി സ്വീകരിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഇന്നലെ രായട്ടൻ അതിനെ സംബന്ധിച്ച് വളരെ വിശദമായി പറഞ്ഞു. കൃഷി ചെയ്യുന്നതിന് ഇവിടെ കിട്ടില്ല, നെല്ല് മണം കിട്ടില്ല, അത് കൃഷി ചെയ്യാതെ പോകുന്നു. അത് ഇതിനൊരു കാരണമാണ്. കൃഷിയെ പ്രോത്സാഹിപ്പിക്കണം. ഇതൊന്നും ചെയ്യുന്നില്ല. ആരെ ചെയ്യണം? ഞാൻ പറയാം, ഇപ്പോൾ ഈരാറ്റുപേട്ട പാലാ റൂട്ടിലെ പാലങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട്, ഇപ്പോൾ വട്ടോളിക്കടവ് പാലം, ഈ പാലങ്ങളൊക്കെ 6 കയ്യേറി ചെയ്തിട്ടില്ല. കൃത്യമായി ഫ്ലഡിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ പാലമൊക്കെ നോക്കിയാൽ അറിയാം എല്ലാ ഹൈറ്റിലാണ് നിൽക്കുന്നത്. അതിനെ ഓവർകം ചെയ്തുകൊണ്ട് വരുന്നത് അടിയിലത്തെ ബെഡ് ഹൈറ്റിലായതുകൊണ്ടാണ്. ആ ബെഡ് മാറിയാൽ പാലാ ടൗണിൽ കയറുന്ന വെള്ളം 5 അടിയാണ്. 5 അടി താക്കാനുണ്ട് പാലായിൽ. ഈരാറ്റുപേട്ടയിൽ 5 അടി താക്കാനുണ്ട്.
എല്ലായിടത്തും കയറുന്ന വെള്ളം ഈ റോഡിൽ നിൽക്കുന്ന 5 അടി 6 അടി ഹൈറ്റാണ്. അത്രയും ഹൈറ്റിൽ തീർച്ചയായിട്ടും 6ന്റെ ബെഡിൽ മണൽ മാത്രം അടിച്ചിട്ടാണ്, 5ഒന്നും അല്ല. ഇപ്പോൾ പനിക്കപ്പാലം പ്രദേശത്തൊക്കെ ഒരു 10ഓ 15ഓ അടിക്ക് മുകളിൽ മണൽ കിടക്കും, ആഴമില്ല. അപ്പോൾ ഇന്ന് മനോരമയുടെ ഫ്രണ്ട് പേജിൽ ഇപ്പോൾ ഒരു ആധികാരികമായ റിപ്പോർട്ട് പറഞ്ഞിട്ടുള്ള 85% കപ്പാസിറ്റി പുഴയുടെ 85% കപ്പാസിറ്റി, 15% കപ്പാസിറ്റിയിലാണ് ഈ വെള്ളം വരുന്നത്. പിന്നെ ആ 85% വെള്ളമാണ് ഈ റോഡിൻ്റെ മണ്ടലിൽ നിൽക്കുന്നത്. അപ്പോൾ അതിന് പരിഹാരം കാണണ്ടേ? എവിടെയാ പ്രായോഗികമായി എവിടെ നടപ്പിലായി? ഇത് എന്തിനാ? ഇതിനിപ്പോൾ തടസ്സമൊന്നും ഇല്ലല്ലോ, നല്ല സുന്ദര മണലല്ലേ. ഇത് പെറുക്കി ആ താലൂക്ക് ഓഫീസറോട്ട് ഇട്ടിട്ട് ലേലം ചെയ്താൽ പാവപ്പെട്ടവൻ മേടിച്ചുകൊണ്ട് പോകല്ലേ. 50-55 രൂപയ്ക്കല്ലേ ഇപ്പോൾ എംസാൻഡും ബിസാൻഡും ഒക്കെ മേടിക്കുന്നത്. അതിനേക്കാൾ എത്ര സുന്ദരമായ മണലായത്. ലൈഫ് പദ്ധതിക്ക് വീട് വെക്കാൻ കൊടുക്കാൻ മേലെ ഈ മണൽ. ലൈഫ് പദ്ധതിയിൽ ആ തുകയിൽ വീട് വെക്കാൻ ഈ പണം കൊടുത്താൽ, ഈ മണലെടുത്ത് അവർക്ക് കൊടുത്താൽ ആ കെട്ടിട നിർമ്മാണത്തിൻ്റെ എത്ര ശതമാനം പണം ലാഭിക്കാം?